വീരൻ നിങ്ങളെ തടഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇനിയിപ്പോ അവളെ തല്ലിച്ചതച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ എന്താ പ്രയോജനം? കഴിയുന്നതും വേഗം സ്നേഹം ഭാവിച്ച് അവളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. മതിയുടെ ഉപദേശം ഉപദേശിച്ച് ഈ കോളത്തിലാക്കില്ലതാണ്. ഇനി എന്റെ നേരെ ചാടിക്കോ. തന്റെ ഈ ഒടുക്കത്തെ കുരുട്ടുബുദ്ധിയായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എന്റെ ബുദ്ധി ഉപദേശമൊന്നും അല്ല കുഴപ്പമുണ്ടാക്കിയത്. കുഴപ്പമുണ്ടാക്കിയത് നിങ്ങളൊക്കെ തന്നെയാ. അവിടെ ഒരു പെണ്ണ് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഇവിടുത്തെ പെണ്ണായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മതിയടോ മതി. നടന്നതൊക്കെ നടന്നു. ഇനി എന്താ വേണ്ടത് ഞാൻ പറഞ്ഞു തരാം. താൻ എത്രയും പെട്ടെന്ന് അവൾക്കൊരു ചെറുക്കനെ കണ്ടുപിടിച്ചു തരണം. കൂടിയ 15 ദിവസം. അതിനുള്ളിൽ എനിക്ക് അവളെ കല്യാണം നടത്തണം. 15 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ചെറുക്കനെ ഞാൻ എവിടെ നിന്ന് പിടിച്ചോണ്ട് തരാനാ? എവിടുന്ന് പിടിച്ചോണ്ട് വന്നാലും തിരക്കില്ല. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരണ ഒരുത്തനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മടിത്തെറുപ്പിൽ ഞാൻ ചെറുക്കന്മാരെ കൊണ്ട് എടുക്കണോ? പറയുമ്പോ എടുത്താൽ കൊണ്ട് നിർത്താൻ. എന്നാ തന്റെ മടിത്തെറുപ്പിലുള്ള ചെറുക്കൻ തന്നെ മതിയെന്ന് അങ്ങോട്ട് വെച്ചാലോ? തന്റെ മോനില്ലേ ആ ബാലകൃഷ്ണൻ ഡോക്ടർ, അയാളായാലും എന്താ കുഴപ്പം? അതെ, എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ? ആ ചെറുക്കൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞല്ലേ പോയിരിക്കണത്. അവൻ എന്നെയോ മോനെയോ ഒന്നും ചെയ്യില്ല. നിങ്ങളെന്നല്ല, അവൻ ഇനി ആരെയും ഒന്നും ചെയ്യില്ല. അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. അവനെ കൊണ്ട് എന്റെ കുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. സ്വന്തം മകന് 500 നടത്തി കൊടുക്കാത്ത കല്യാണം ഈ അച്ഛമെന്നൊന്ന് നടത്തി കൊടുക്കടാ. ചെന്ന് പറയണ നിന്റെ അച്ഛനോട്. പറ്റുകിൽ വന്ന് തടയാൻ പറയണ നിന്റെ അച്ഛനോട്. അമ്മ എന്ത് ഭ്രാന്തായി പറഞ്ഞത്? ആരോട് ചോദിച്ചിട്ടാ ആ തെണ്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ അമ്മ തീരുമാനിച്ചത്? അങ്ങനെ അമ്മ മാത്രം എല്ലാം തീരുമാനിച്ചാൽ മതി. പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ എന്തിനാ? എടാ, ഞാനിത് നടത്താൻ വേണ്ടിട്ട് പറഞ്ഞതാണെന്നാ നിന്റെയൊക്കെ വിചാരം? നമ്മുടെ കുട്ടിയുടെ കല്യാണം നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ നടത്തും. എങ്കിൽ പിന്നെ അവരോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടത്? അതാണ് ഈ അച്ഛമ്മ. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിരുന്നേനെ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവൻ പോയി അവന്റെ കഥ കഴിച്ചോളൂ. അവനെ ജീവനോടെ കൊണ്ടുവരണോ കൊന്നു കൊണ്ടുവരണോ? അച്ഛൻ പറ, ഞാൻ അതുപോലെ ചെയ്തിരിക്കും. അങ്ങനെ പട മേടിച്ച് പന്തളത്തിൽ നിന്നപ്പോ അവിടെ ഒരു പ്രശ്നമില്ല. അത് നിന്റെ ലക്ക്. എന്താ കേറാ വണ്ടിയെ? എന്തിന്? ആദ്യം വണ്ടിയെ കേറാ. വിളിച്ചേ, ഇവനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞത്. വീട്ടിലേക്കൊന്നും ഞാനില്ല. പിന്നെ എങ്ങോട്ടും ഇല്ല. വീട്ടിൽ നിങ്ങളെ തല്ലി ഇറക്കല്ലേ, പിന്നെന്തിനാ? ഞാനാ പറഞ്ഞത് വണ്ടിയെ കയറാൻ. ഇനി വലിയേട്ടനല്ല, അച്ഛൻ വന്ന് വിളിച്ചാലും ഞാൻ വരില്ല. നീ വരില്ലല്ലേ? നിനക്ക് ആനപ്പാറിലെ പെണ്ണിനെ കെട്ടണമല്ലേ? കൊന്നുകളെ നിന്നെ ഞാൻ. കേറണ വണ്ടിയിലേക്ക്. വണ്ടി കയറാൻ. അയ്യോ അച്ഛൻ. നിക്കണവിടെ. ആരുടെ ചോദിച്ചാൽ പഠിക്കാത്ത കയറിയേ? ബാലരാമ, ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. പിന്നെ സംബന്ധം ആലോചിക്കാൻ വന്നായിരിക്കും. സഹായം ചോദിച്ചു വരുന്നവരെ 500 ആട്ടി പുറത്താക്കൂലെന്നാ കേട്ടിട്ടുള്ളത്. സഹായം വേണ്ട, അവൻ കൂടി ഏറ്റുവിടെ. മുതലാളി, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണം. എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങയുടെ മകൻ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിരിക്കുക. അമ്മയ്ക്ക് മുതലാളിയെ തോപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം പോലും തടഞ്ഞിട്ട് അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുക. എന്നാലും ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം തന്നെ നടത്തണമെന്നാ ഞങ്ങൾക്ക്. പിന്നെ അമ്മ അവനും തടയാൻ വന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും.
അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മുതലാളി ഞങ്ങളോട് ഒന്നും ചോദിക്കരുത്. വേണ്ട, നിങ്ങൾ അവനോടൊന്നും ചോദിക്കണ്ട. ചോദ്യമൊക്കെ ഞാൻ ആയിക്കോളാം. നിങ്ങൾക്ക് ആ കല്യാണം നടത്തി കിട്ടിയാ പോരെ, അത് ഞാൻ നിന്ന് നടത്തി തരും. ബാലരാമ, ലോകത്തിൽ ആരുടെ മുമ്പിൽ തോറ്റാലും അവന്റെ മുമ്പിൽ തോക്കാൻ പാടില്ല. തോറ്റാൽ പിന്നെ 500 ഇല്ല. ഇവിടെ പോയി നിങ്ങൾ അച്ഛന്റെ പകയും പ്രതികാരം പദവിയൊക്കെ വലിയ 500 500. സ്വന്തം മകനെ തോപ്പിക്കാൻ വേണ്ടി അവരുടെ കല്യാണത്തിന് കാവല് നിൽക്കാൻ പോണു. കാവല് നിൽക്കാൻ നിങ്ങളുടെ അച്ഛനാരാ? ബൂർക്കയോ? മോല്ല പിന്നെ ഈ സമയത്താണ് ചൂടാവണത്. ചൂടാവാൻ പിന്നെ സമയം കാലൊക്കെ ഉണ്ട്. എന്നാ ഞാൻ സമയമൊക്കെ ഉണ്ട് എഴുതിട്ടാ മറ്റു കൊല്ലും. ഞാൻ തളർന്നിരിക്കുമ്പോ എന്നെ കൊണ്ട് അക്രമം ചെയ്യിപ്പിക്കില്ലേ? അല്ല, അതെ, സ്വന്തം മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാത്ത ആ മനുഷ്യൻ എന്ത് അവകാശം ഉണ്ടായിട്ട് ആനപ്പാറയിലെ ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ പോണേ? എന്റെ പൊന്നു കൊച്ചമണി, കുറെ നേരമായല്ലോ നീ കിടന്ന് കാറണേ. കാറും, ഇനിയും കാറും. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. തൽക്കാലം പുറത്തുനിന്ന് സങ്കടം എടുക്കണില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സങ്കടം ഉണ്ട്. പുറത്തുനിന്ന് എടുക്കുമ്പോ ഞാൻ നിന്നോട് പറയാം. ഇത് വലിയ മാറണായില്ലോ. എടാ രാമഭദ്ര, നീ ഇങ്ങനെയുടെ വാക്കും കേട്ടോണ്ടിരുന്ന ആയുഷ്കാലം മുഴുവനും നീ ഇങ്ങനെ ഈ ഇരിപ്പിരിക്കേണ്ടി വരും. എടാ, നമുക്ക് പോണോടാ. അച്ഛനല്ല ഏത് കൊലകൊമ്പം വന്നാലും നമുക്ക് പോയി ആ കല്യാണം മുടക്കണം. നീ ആ പെണ്ണിനെ കെട്ടണം. ഇതാരാണ് ഈ നേരത്ത്? അച്ഛനോ മറ്റോ ആന്നോ? നിന്റെ അച്ഛനും എന്റെ മക്കളും കൂടി ഇപ്പോ ഒന്നായിരിക്കുകയാണ്. ഇനി അവരെ തോൽപ്പിക്കണമെന്നും നിന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്നും എനിക്കില്ല. എനിക്കെന്റെ കുട്ടിയുടെ ജീവിതമാണ് വലുത്. അവൾക്ക് വേണ്ടി നിന്റെ കാല് ഞാൻ പിടിക്കുകയാണ്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വരും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ അവളെ ആ കല്യാണ പന്തലിലേക്ക് അയക്കണത്. നീ അവളെ ചതിക്കരുത്. അമ്മ ഈ പറഞ്ഞിട്ട് പോയതൊക്കെ നീ വിശ്വസിച്ചോ? അവളെ നിനക്ക് കെട്ടിച്ചേരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിന്നെയും നിന്റെ അച്ഛനെയും തമ്മി തല്ലിക്കാനാ അമ്മ ഈ ഉറക്കം കളഞ്ഞ് നടക്കുന്നത്, അല്ല നിന്നെ കൊണ്ട് കെട്ടിക്കാനൊന്നും അല്ല. എടാ, ഈ അമ്മയും കൂടെ കൂട്ടിയേർന്നിട്ടാ ഇപ്പൊ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അതറിയാവോ നിനക്ക്? നിന്നോട് അവളുടെ കഴുത്തി താലി കെട്ടാൻ വരണമെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? ഇതേ അമ്മ തന്നെയാ നിന്നെ തടയാൻ നിന്റെ അച്ഛന്റെ സഹായം ചോദിപ്പിച്ചത്. എടാ, ഇത് അടവാണ്. നിനക്ക് അവളെ കിട്ടുമെന്നായപ്പോ എവന്റെ ചേട്ടന്മാര് പുതിയ അടവായിട്ട് അവനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കെട്ടാനും കെട്ടിക്കാനും ഒക്കെ ഞങ്ങൾക്കറിയാം. ഇറങ്ങിപ്പോടാ. രാമഭദ്ര, ഇറങ്ങിപ്പോടാ പുറത്ത്. ഇറങ്ങിപ്പോടാ പട്ടി. മൂക്കിടിച്ചാൻ പരത്തിക്കളയും പന്നി. രാമോദ്ര, എടാ, നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടോ നിനക്ക് എന്തെങ്കിലും പറ്റിയ വിഷമം ഉണ്ടായിട്ടൊന്നും അല്ല ഞാനിവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞത്. നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു പെണ്ണെന്റെ വീട്ടിലുണ്ട്. അവള് പറഞ്ഞിട്ടാ നിങ്ങൾ അച്ഛനും മക്കളും വെട്ടിച്ചാരുമെന്ന് പറയാം. പിന്നെ അവള് ജീവിച്ചിരിക്കില്ലാന്ന് പറയാം. ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളാൻ അമ്മയോട് ആരാ പറഞ്ഞത്? അമ്മ എന്റെ അടുത്ത് കയറാൻ പാടില്ല. നീ പോടാ. എന്നോട് കയറിയെന്ന് പറയാ നീ ആരടാ? ഇതെന്റെ കുട്ടിയുടെ കല്യാണം, ഞാനിവിടെ കയറൂടാ. അമ്മയുടെ ഉങ്കും ഭാവമൊക്കെ അങ്ങ് വീട്ടില്. കുട്ടി നമ്മുടേതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന 500 മുതലാളിയാ. മുതലാളിയോട് വിരോധവും ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല. മുതലാളി, കാര്യവും ഞങ്ങളുടെ അമ്മയാ. പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയാ ഞങ്ങൾക്ക് വലുത്. മുതലാളിയോട് വൈരാഗ്യമുള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ, അല്ലേ? അതെ അതെ. ആ, കേട്ടല്ലോ, ചേട്ടന്മാര് പറഞ്ഞത് കേട്ടല്ലോ. ഇനി അമ്മയ്ക്ക് കല്യാണം കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും. ആ കാലയിൽ വീണ് മാപ്പി ചോദിക്കും. മടിക്കണ്ട, എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത്. കാലം കുറെ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ. മാപ്പ് പറയാതെ അമ്മേന്റെ അകത്ത് കയറി പറ്റാന്ന് വിചാരിക്കണ്ട. അപ്പോഴേ മാപ്പ് ചോദിക്കാനാണെങ്കിലും മടങ്ങിപ്പോയാനാണെങ്കിലും ഒന്ന് വേഗം വേണം. മുഹൂർത്തം ആകാറായി. നിക്ക് ബലരാമ, വേണ്ട. എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീര് മതി.
ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ. എരിയിരുത്തവരെ. പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ല, അവനെയാ, അവനെ. അയ്യോ എടാ, അമ്മയെ കൊണ്ട് അയാളോട് മാപ്പ് ചോദിപ്പിക്കാൻ നീ ആരാ? പട്ടി കൊല്ലോടാ, നിന്നെ ഞങ്ങളിന്ന് കൊല്ലും. വിട് കൊച്ചേട്ടാ വിടാ. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒടുക്കത്തെ ശക്തി മാത്രമേ ഒട്ടും ബുദ്ധിയില്ലെന്ന്. ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ 500 തടയുമായിരുന്നില്ലേ, ബാലരാമേട്ടൻ തടയുമായിരുന്നില്ലേ? പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി, അമ്മ തമ്മിൽ അടിക്കണം കാണാൻ പറ്റിയ? അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയല്ലേ? അമ്മ കരഞ്ഞത് 500 മുമ്പിൽ തോറ്റിട്ടാണെന്നാണോ നിങ്ങൾ കരുതിയത്? അത് അമ്മയുടെ അവസാനത്തെ അടവല്ലേ? അതിന്റെ മുമ്പിൽ തോറ്റത് 500 അമ്മയാണോ? നമ്മളിവിടെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കണ അമ്മമാർക്ക് എന്തെങ്കിലും സംശയം തോന്നും. നമുക്ക് അങ്ങോട്ടേയല്ല, വാ.